പ്രധാനപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിയാൽ പൊതുവെ സമാധാനപരമായിരുന്നു ഇലക്ഷൻ. 2 ദിവസത്തിന് ശേഷം. അതെ, ഓഗ്മെന്റ് റിയാലിറ്റി അതാണിത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഓരോ നിമിഷവും നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഞങ്ങളുടെ കൂടെ ചേരുന്നു വിദഗ്ധർ, രാഷ്ട്രീയ നിരീക്ഷകൻ, വലതുഭാഗത്ത് ചേരുന്നു ഇടതുപക്ഷ സഹയാത്രികൻ. പ്രതിമയിലുള്ള വിശ്വാസം തിരിച്ചടിച്ചിരിക്കുന്നു. LDP പിന്നിലാണ്, UDPക്ക് നേരിയ മുന്നേറ്റം. ട്രെൻഡുകൾ മാറി മറിയുകയാണ്. ഇപ്പോൾ LDPക്ക് ചെറിയ മുന്നേറ്റം. റിസൾട്ടുകൾ വന്നു തുടങ്ങി. 5ാം വാർഡിൽ KP സുരേഷ് പിന്നിലാണ്. 2ാം വാർഡിൽ UDPയുടെ നീന കോശിക്ക് വിജയം. നീ മുന്നിലാ. സുരേഷിന് ആരും ഒന്നും പറയാറായിട്ടില്ല. 4ാം വാർഡിൽ UDPയുടെ ഗുണപാലിനെ തോൽപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശശിക്ക് അട്ടിമറി വിജയം. ശശിയേ, നീ ജയിച്ചടാ. ഞാനിവിടെ സുമതിയുടെ കട്ടിൽ ആ പഠിച്ചോണ്ടിരുന്നതാ. അപ്പൊ ന്യൂസി പറയുന്ന കേട്ടടാ. ആ എടാ, ഇവ എവിടെ പോവാ? ശശിയേ, എടാ മണ്ടയില്ലാത്തോനെ, അടുത്ത മേളിൽ കയറി ചാടി ചാവല്ലേ. എടാ നീ ജയിച്ചെന്നാടാ പറഞ്ഞ, തോറ്റെന്നല്ല. എടാ ശശിയേ, അയ്യോ ശശിയേ, സന്തോഷം കൊണ്ടാണോ പറഞ്ഞു ശശിയേ. KP സുരേഷ് കേവലം 5 വോട്ടുകൾക്ക് ഇപ്പോഴും പിന്നിലാണ്. അവസാന ലാപ്പിലെ അട്ടിമറിയിൽ LDPയുടെ KP സുരേഷിന് മിന്നുന്ന വിജയം. 118 വോട്ടുകൾക്കാണ് സുരേഷ് വിജയിച്ചിരിക്കുന്നത്. മറ്റു വാർഡുകളിലെയും ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു. UDPയുടെ KP സുനന്ദ തൊട്ടടുത്ത എതിരാളി LDPയുടെ ജ്യോതി രാജുവിനെ 104 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ജ്യോതി രാജുവിന് ഒരു വെല്ലുവിളി പോലും ഉയർത്താൻ കഴിഞ്ഞില്ല. നമ്മൾ ജയിച്ചില്ലേ? നിന്റെ കണക്കൂട്ടിലൊക്കെ ശരിയാകുമോ മോളെ? ഈ ഭൂഗോളത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനം തന്നെ കണക്കിലല്ലേ അച്ഛാ? ആചാരവും പ്രതിമയും കൊച്ചിന്റെ മരണവും എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞെടുത്ത് 6 സീറ്റ് മികച്ച തന്നെ. പക്ഷേ ഇനി ഭരണം പിടിക്കണം. അതങ്ങനെ നടക്കും. നമുക്ക് ഭൂരിപക്ഷത്തിന് 2 സീറ്റ് കുറവല്ലേ? ശശി, PPDP, BRP, ഈ 3-ൽ 2 നമ്മൾ പിടിക്കണം. ഈ ഫാസിസ്റ്റ് ശക്തികളുടെ സഹായം തേടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നിലപാട് മാറ്റമാണ്. അത് വേണോ? എന്തിനീ ടെൻഷൻ? 2 വോട്ടല്ലേ? അത് നമ്മൾ ഈ 7ാം വാർഡിലും 9ാം വാർഡിലും ചെയ്ത പോലെ കള്ളവോട്ട് ചെയ്താൽ പോരെ? പോരെ? സഖാവരാധൻ, നമ്മുടെ വിദേശാഭിമാനി പത്രത്തിന്റെ സർക്കുലേഷൻ ഒന്ന് വർദ്ധിപ്പിക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ എല്ലാരും ഒന്ന് സംഘടിക്കൂ. നിങ്ങൾ സംഘടിച്ച് ഒന്ന് ശക്തരാകും. ചെല്ലുന്നേ. അല്ലെങ്കിലും ഈ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ താഴെ തട്ടിലുള്ളവർ ഇടപെടാതിരിക്കണം നല്ലത്, അല്ലേ? അതെ, അവർ പോയി പിരിക്കട്ടെ, അല്ലേ? അപ്പോൾ സഹാവൻ എന്താ പറയാളെ? അധികാരത്തിൽ നിന്ന് മാറി നിന്നും ചിത്രശക്തികളെ സഹായിക്കുന്നതിന് പകരം അവരടിച്ചമർത്തി നമ്മുടെ കാൽക്കീഴിൽ കൊണ്ടുവരണം. സഖാവ് ബാബുരാജ് പറഞ്ഞ ശരിയാണ്. പക്ഷേ വൈരുദ്ധ്യങ്ങളുടെ ഏകീകരണമാണ് ഭൗതികവാദമെന്ന് മാവു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികാരം നമ്മൾ പിടിച്ചെടുക്കണം. എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. സുരേഷാണ് ശരി. ചരിത്രപരമായ വിഡിത്തങ്ങൾക്ക് ഇനി അവസരമില്ല. ഭരണം നമ്മൾ പിടിക്കണം. സുനന്ദയെ പ്രസിഡന്റ് ആക്കരുത്. അതിനുള്ള കളി നമുക്ക് കളിക്കണം. അതത്ര നിസ്സാരമല്ല. വർക്കിച്ചനൊഴികെ നമ്മുടെ കൂടെ നിന്ന് ജയിച്ച എല്ലാവരും അവളുടെ ആൾക്കാരാ. എതിരുള്ള ഞാനടക്കം എല്ലാവരെയും അവള് പൊട്ടിച്ചു. അവള് എന്നാൽ സുലൈമാന്റെ ഭാര്യയും കുത്തും. പഞ്ചായത്തിന്റെ ചില ആനുകൂല്യങ്ങൾ അവൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവളെ വെച്ച് ഭരണം പിടിക്കുന്നതാണ് ഇപ്പോ ബുദ്ധി. അയ്യോ അത് വേണ്ട, അവള് നമ്മളെ പറപ്പിക്കും. അത് ശരിയാകത്തില്ല. അല്ല, സ്ഥിരം നിയമനമല്ല. 6 മാസം കഴിഞ്ഞ് നമുക്ക് നേതൃമാറ്റം ആവശ്യപ്പെടാം. തൽക്കാലം അവളെ കയറ്റിയിരുത്തേണ്ടത് എന്റെയും കൂടി ആവശ്യം. അല്ലെങ്കിൽ അവളായിരിക്കും അടുത്ത മണ്ഡലം പ്രസിഡന്റ്. ഈ ഇലക്ഷനിൽ ജനങ്ങൾ ഞങ്ങളെയാണ് വിശ്വാസത്തിലെടുത്തിരിക്കുന്നത്. അതിൽ ആവലാതി കൊണ്ട് ഞാൻ അറിഞ്ഞില്ല. അവർ ഹൈജാക്ക് ചെയ്തു. നഗ്നമായ ജനാധിപത്യ ലംഘനം. ഇത് വലതുപക്ഷത്തിന്റെ റിസോർട്ട് രാഷ്ട്രീയമാണ്. അങ്ങനെ പറഞ്ഞു. ഞാൻ അച്ഛനെ കണ്ടിരുന്നു. പഴയ കേസിന്റെ കാര്യത്തിൽ കുറച്ച് വിഷമത്തില. ഞാൻ പാർട്ടി മാറിയതിന്റെ വൈരാഗ്യം മൊത്തം ഒരു അച്ഛൻ്റെ അടുത്ത് തീർക്കുന്ന. അച്ഛൻ ജയിലിൽ പോതെ പോട്ടെന്ന്. പുള്ളി നമ്മുടെ പാർട്ടി ഒന്നും അല്ലല്ലോ. ഇവിടെ ജാക്ക് കിടക്കാൻ അജണ്ട ചെയ്ത് തീർക്കാൻ കിടക്കുമ്പോഴാ അച്ഛൻ. അതെ സഖാവേ,
അച്ഛൻ എൻ്റെ അല്ലേ? ഞാൻ പാർട്ടിയെ മാറിയിട്ടുള്ളൂ, അച്ഛനെ മാറ്റിയിട്ടില്ല. മന്ത്രി വന്ന് നമസ്കാരം. എസ്കോർട്ടും പരിവാരങ്ങളൊന്നും ഇല്ലല്ലോ. മന്ത്രി ഞാൻ വിളിക്കാം. വന്നട്ടെ. ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ ആവശ്യം വന്നത് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. BRP ആയിട്ടോ PPDP ആയിട്ടോ സഹകരിക്കുന്നതിലോ പിന്തുണ തേടുന്നതിലോ പാർട്ടിക്ക് എതിർപ്പൊന്നുമില്ല. എല്ലാവരും ഇരിക്കെ. പക്ഷേ ഒരു പരസ്യമായ ഒരു പിന്തുണയിലേക്ക് പോകാൻ കഴിയില്ല. അതിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. രഹസ്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ തരത്തിൽ നമുക്ക് ആലോചിക്കാവുന്ന. പിന്നെ പ്രസിഡന്റായിട്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സഖാവ് വിജയിയാക്കണമെന്നാണ് LCD ഒരു തീരുമാനം. അല്ല, ഇവിടെ ഇപ്പോ സഖാവ് സുരേഷ് ഉണ്ട്. സുരേഷിന്റെ വരവ് പാർട്ടിയുടെ വിജയത്തിന് പ്രധാന ഘടകമായി എന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അതുപോലെ തന്നെ സീനിയർ മെമ്പറായ ബാബുരാജ് ഉണ്ട്. പരിഗണിക്കാം അല്ലേ? മാസ്റ്റർ എന്ത് പറയുന്നു? അല്ല, ഈ ഒരു സാഹചര്യത്തിൽ എന്നെ ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാ സുരേഷ് തന്നെ ആവട്ടെ. അപ്പുറത്ത് സുനന്ദയാണ്. അപ്പോൾ സുനന്ദക്ക് ബദൽ സുരേഷ് തന്നെ. അതെ, നല്ല തീരുമാനമാണ് അല്ലേ? അതെ.